പിന്നെ ഞങ്ങൾക്ക് വേണ്ടവർ മുഴുവൻ ചെയ്യപ്പെട്ടത് എല്ലാവരും അറിയാത്ത ആൾക്കാരില്ല, മരിച്ച ആൾക്കാരില്ല, പ്രിയപ്പെട്ട ആൾക്കാരാണ്. ഈ ഉരുൾപൊട്ടലുണ്ടായ മേഖലയിൽ രക്ഷാപ്രവർത്തകർ ഉൾപ്പെടെ, അത് ആർമി, എയർഫോഴ്സ് ഉൾപ്പെടെയുണ്ട്, സന്നദ്ധ പ്രവർത്തകരുണ്ട്. എല്ലാവരും ഇവിടെ മുഴുവൻ സമയം ഊണും ഉറക്കവും ഒഴിഞ്ഞുള്ള രക്ഷാപ്രവർത്തനമാണ്. അതിനിടയിൽ അവർക്ക് ഭക്ഷണം എത്തിക്കുന്നുണ്ട്. ഈ ഭക്ഷണത്തിൻ്റെയൊക്കെ അവശിഷ്ടങ്ങൾ ഇവിടെയുണ്ട്. അത് നീക്കം ചെയ്യുന്ന കുറേ പേരുണ്ട് ഇവിടെ. അവർ ഈ പറഞ്ഞ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. നിങ്ങൾ ഇത് മുകളിൽ നിന്നേ നീക്കുന്നുണ്ടോ? ഞങ്ങൾ ആ മോളിൽ നിന്ന് തന്നെ അവിടെ നിന്ന് തന്നെ വരുന്നുണ്ട്. ഞങ്ങൾ പരമാവധി അവിടെ നിന്ന് എല്ലാം എടുത്ത് ഞങ്ങളിങ്ങനെ വരുന്നുണ്ട്. ഞങ്ങൾ ഇവിടെ താമസിക്കുന്ന ആൾക്കാർ തന്നെയാണ്. ഉരുള് പൊട്ടി 1.5 മണിക്കന്നെ ഞങ്ങൾ ഈ ഇവിടെ ഉണ്ട് രക്ഷാപ്രവർത്തനത്തിന്. ഞങ്ങൾ നാട്ടുകാരും എല്ലാവരും ഇവിടെ തന്നെ ഞങ്ങളുണ്ട്. സംഘടനയാണോ കുടുംബശ്രീയോ? അല്ല, സ്വന്തമായിട്ട് ഞങ്ങൾ ചെയ്യാം. ഞങ്ങളിപ്പോൾ 3-4 ദിവസമായി ഇപ്പോൾ ഈ ഒരു പ്രവർത്തനത്തിൽ ഞങ്ങൾ നിൽക്കുന്നത്. കാരണം ഇത് നമ്മളെ സഹായിക്കാനാണ് ഇത്രയും ആൾക്കാരിവിടെ വന്ന് നിൽക്കുന്നത്. അപ്പോൾ അവരിങ്ങനെ ഈ ഭക്ഷണത്തിൻ്റെ ഇതിൻ്റെ സ്മെല്ലുകൊണ്ട് അവർ ബുദ്ധിമുട്ടിയിട്ട് തിരിച്ചു പോകാൻ പാടില്ല. അവർക്കുള്ള ഒരു സൗകര്യമാണ് ഞങ്ങളിപ്പോൾ ചെയ്തു കൊടുക്കുന്നത്. വേറെ ഒന്നും ഞങ്ങൾ ആലോചിക്കുന്നില്ല. മുകളിൽ പോയോ? ഞങ്ങൾ മേലെ വരെ ഞങ്ങൾ പോയി. ആ ഭാഗം തീർത്തിട്ട് എൻ്റെ പേര് ഖദീജ. ആ ഭാഗമൊക്കെ തീർത്ത് ഞങ്ങൾ രാവിലെ വന്നതാ. രാവിലെ വന്നത് വീട് ഇവിടെ തന്നെ നീലിക്കാപ്പ് അറിയും. ഇവിടെ തന്നെ ഞങ്ങളെല്ലാം സേഫാണ്. ഞങ്ങൾ ഈ ടൗണിൻ്റെ കുറച്ചപ്പുറത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. ഫസ്റ്റത്തെ ആ ഒരു പൊട്ടലോടും ഞങ്ങളെ രക്ഷിക്കുക എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് വന്ന കോളാണ് ഞങ്ങളിവിടെ എത്തിച്ചത്. അങ്ങനെ ഞങ്ങൾ ഒരുപാട് പേരെ ഞങ്ങൾ ഇവിടുന്ന് രക്ഷപ്പെടുത്തി. അതിൽ 6 മാസം പ്രായമായ കുട്ടീനൊക്കെ അപ്പം തന്നെ 5 പേര് മിസ്സിങ് ആയിരുന്നു ഞങ്ങൾക്ക്. പിന്നെ ഞങ്ങൾ അടുത്ത പൊട്ടലിന് ഞങ്ങളെല്ലാവരും ഓടിയിട്ട് ആ കുന്നിൻ്റെ മുകളിലേക്ക് കയറുക ചെയ്തത്. എല്ലാവരും എവിടേക്കാണ് വരുന്നതെന്നൊന്നും അറിയില്ല. കൂരിരുട്ടാണ്, ശബ്ദം മാത്രമേ ഉള്ളൂ. രക്ഷാപ്രവർത്തനത്തിന് വന്ന എല്ലാവരും അങ്ങോട്ടേക്ക് ഓടി. അതിൽ കുറച്ച് പേര് ഇതിൽ പെട്ടുകയും ചെയ്തു. ഇപ്പോഴുള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ ഈ വേസ്റ്റ് കംപ്ലീറ്റ് അവർ പറയുന്നത് ഇവിടെ വന്ന് സംസ്കരിക്കാന്ന്. അതൊന്നും പ്രാവർത്തികമല്ല. കാരണം ഇനിയുള്ളത് അടുത്തത് പകർച്ചവ്യാധിയിലേക്കാണ്. ഇപ്പം എല്ലാം ഓരോ സ്ഥലങ്ങളിൽ കൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരിപ്പോൾ നമ്മൾ വില്ലേജ് ഓഫീസറുമായി ബന്ധപ്പെട്ടപ്പോൾ സാറ് ഇതിനായിട്ട് ഇടപെട്ടപ്പോൾ പറഞ്ഞത് ഇത് ഗ്രീൻ കേരള ആണ് ഇത് ഏറ്റെടുത്ത് ചെയ്യാന്ന്. പക്ഷേ ഇനിയിപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു പകർച്ചവ്യാധിയിലേക്കാണ് ഇനി അടുത്ത് നമ്മൾ പോണ്. ഇതിൻ്റെയും കൂടി നമ്മൾ ഇതിങ്ങനെ കൂട്ടി വെച്ചിട്ട് ആവുന്ന കുറച്ചെങ്കിലും ഇവിടുന്ന് നീക്കം ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. കാരണം ഇപ്പോൾ വന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യുക അന്യനാടുകളിൽ നിന്ന് നാട്ടിൽ നിന്നൊക്കെ വന്ന് ഇവിടെ നിൽക്കുന്ന ആൾക്കാർക്കൊന്നും ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഫുഡിൻ്റെ വേസ്റ്റും എല്ലാതുമായിട്ട് ഭയങ്കര സ്മെല്ലാണ്. ഇത് മാലിന്യം ഇവിടെ നിങ്ങൾ ശേഖരിച്ചു വെച്ച മാലിന്യം ഇവിടുന്ന് പുറത്തേക്ക് കൊണ്ടുപോയി സംസ്കരിക്കാനുള്ള സംവിധാനം അത് എത്രയും പെട്ടെന്ന് അങ്ങനെയൊക്കെ നിങ്ങൾ എന്തെങ്കിലും ഇവിടെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഉപകാരമായിരുന്നു. ബന്ധപ്പെട്ടോ? കളക്ടറുമായി സംസാരിച്ചു? കളക്ടറത്തിൽ നിന്ന് രാവിലെ ഞങ്ങൾ കളക്ടർ ഇവിടെ തടഞ്ഞു നിർത്തിയിട്ട് അടുത്ത് പറഞ്ഞു ഇങ്ങനെ. ആരെങ്കിലും നിർദ്ദേശിച്ചാണോ? അല്ലാതെ അല്ല, ഞങ്ങൾ സ്വയം വന്ന് ചെയ്യാണ്. ഞങ്ങൾ ആരും ഇവിടെ വിട്ട് പോയിട്ടില്ല. കാരണം ഞങ്ങൾ എല്ലാവരും ഇവിടെയാണ് കിടക്കുന്നത്. ഞങ്ങൾക്ക് ഇനിയും കിട്ടാനുണ്ട്, എല്ലാവരും കിട്ടാനുണ്ട് ഞങ്ങൾക്ക് ഇവിടെ. അപ്പോൾ ഞങ്ങളെ കൊണ്ട് കഴിയണത് ഇനി ഞങ്ങൾക്കൊന്നും ശരീരത്തിനോ ഒന്നും ഞങ്ങൾക്ക് ഒരു കേടുപാടും പറ്റിയില്ല. അപ്പം ഞങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങളും ഹെൽപ്പുകളും ഞങ്ങൾ ഇവിടെ നിന്നിട്ട് ചെയ്യാണ്. അപ്പം ഇന്ന് രാവിലെ കളക്ടർ സാറെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് അവസ്ഥ. കാരണം എല്ലാവരും നമുക്ക് റവന്യൂ എന്നായാലും എല്ലാവരും പറയുന്നത് സ്മെല്ലും കൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല എന്ന്. അപ്പം ഞങ്ങളെ സഹായിക്കുന്ന അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിതൊന്ന് ഒഴിവാക്കി തരണം എന്ന് പറഞ്ഞത്. പറയാമെന്ന് പറഞ്ഞു. പിന്നെ അത് ഇപ്പോൾ പറയുന്നത് ഗ്രീൻ കേരള വന്നിട്ട് ഇതെല്ലാം അടങ്ങിക്കഴിഞ്ഞ് ഗ്രീൻ കേരള വന്നിട്ട് ഇവിടെ സംസ്കരിക്കും എന്നാണ് പറയുന്നത്. പക്ഷെ അതൊന്നും പ്രാവർത്തികമല്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, ഒന്ന് നീറുന്ന മനസ്സുമായാണ് ഇവരൊക്കെ ഇവിടേക്ക് വന്നത്. ഇവർ രക്ഷപ്പെട്ടു എങ്കിൽ പോലും ഇവരുടെ സുഹൃത്തുക്കൾ, ബന്ധുക്കളൊക്കെ ഈ അപകടത്തിൽ ഇവർക്ക് നഷ്ടമായി. പക്ഷേ ആ നീറുന്ന മനസ്സോടെ ഇവർ വന്ന് സ്വയം സന്നദ്ധരായി ഇവിടെയുള്ള മാലിന്യം നീക്കുന്ന കാഴ്ചയാണ്, ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇവർ ഇവിടെ ശേഖരിച്ച മാലിന്യങ്ങൾ, അത് പ്ലാസ്റ്റിക് മാലിന്യമുണ്ട്, ഭക്ഷണ മാലിന്യങ്ങളുണ്ട്. ഇത് മുഴുവൻ നേരെ കൊണ്ടുപോയി അത് ഇവിടെ കൂട്ടിയിടുകയാണ്. പക്ഷേ അത് സംസ്കരിക്കാനുള്ള ഒരു സാഹചര്യമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ സംസ്കരിക്കാൻ, ഈ മാലിന്യങ്ങൾ ശേഖരിക്കുന്ന മാലിന്യങ്ങൾ മുഴുവൻ സംസ്കരിക്കാനുള്ള ഒരു സംവിധാനം അടിയന്തരമായി ജില്ലാ ഭരണകൂടം ചെയ്യണമെന്ന അഭ്യർത്ഥനയാണ്. കാരണം ഇവർക്ക് വലിയ ആശങ്കയുണ്ട്. കാരണം ദുരന്തം വന്നാലും തൊട്ടു പിന്നാലെ പകർച്ചവ്യാധികൾ വരാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു മുന്നറിയിപ്പ് നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ശേഖരിച്ച മാലിന്യങ്ങൾ, കാരണം ഇവർ ഇത് സ്വയം സന്നദ്ധമായാണ് ഈ മാലിന്യം മുഴുവൻ ശേഖരിച്ചിരിക്കുന്നത്, അത് മുഴുവൻ സംസ്കരിക്കാനുള്ള സംവിധാനം ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ജേർണലിസ്റ്റ് ബിബിനൊപ്പം റിപ്പോർട്ടർ ആർ ഷിപാൽ, ഇൻ റിപ്പോർട്ടർ, വയനാട്.